കുഞ്ഞോളാന്റെ വീട്ടിൽ പോയിട്ട് കുടുക്കാച്ചി ബിരിയാണി കഴിച്ചിന. കുടുക്കാച്ചി ബിരിയാണി അല്ല, ഇന്ന് എന്റെ സ്റ്റൈൽ ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒരടുപ്പിലും റൈസിന് വേണ്ടിയിട്ടുള്ള സവാള അടുത്ത അടുപ്പിലും നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, അതുപോലെ തന്നെ എല്ലാ പൊടികളും ചിക്കനും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് കുറച്ച് സവാളയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത്രയും ഇലകൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പകുതി ഇലകൾ മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. മല്ലിയില, പുതിനയില, രമ്പയില ഇത്രയും ഇലകളും ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അടുത്തത് ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ റൈസ് സെറ്റ് ചെയ്യുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പട്ട, ഏലക്ക, ഗ്രാമ്പൂ മുതലായ ഐറ്റംസും റൈസും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് മാഗി ക്യൂബ്സും 2-3 ചിക്കൻ്റെ പീസ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇരട്ടി വെള്ളം വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ റൈസ്. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യലാണ്. ഇതേപോലെ ചിക്കനും റൈസും നെയ്യും അതുപോലെ നമ്മുടെ ഇലകളും ഒക്കെ ആയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സംഭവങ്ങൾ ഇട്ടാൽ നമ്മൾ സാധാരണ പോലെ തന്നെ ഓരോന്നായിട്ട് ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ബിരിയാണിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോസസ്സാണ് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ആ ചിക്കൻ കിടക്കുന്നുണ്ടോ, അതായത് നമ്മൾ നെയ്യുള്ള പീസ് ചിക്കൻ കറിയിലിടാതെ ആദ്യമേ മാറ്റി വെച്ചിട്ടാണ് ഈ റൈസിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും തരും കേട്ടോ. ഇതേപോലെ നന്നായിട്ട് എല്ലാ ചോറും നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് അത്യാവശ്യം നെയ്യും കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കാം, എസൻസ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സംഭവങ്ങളും ഇലകളും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബിരിയാണി അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെയാണോ നിങ്ങൾ ബിരിയാണി വെക്കുന്നതെന്ന് പറയണേ.